മാള യഹൂദ സിനഗോഗിന്റെയും സെമിത്തേരിയുടെയും പരിസര പ്രദേശങ്ങളിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് പുരാവസ്തു വകുപ്പ്. വകുപ്പിന്റെ മറുപടി മാള സ്വദേശി പ്രൊഫസർ സി കർമ്മചന്ദ്രന് വിവരാവകാശ നിയമപ്രകാരം. കൊടുങ്ങല്ലൂരിലെ എറിയാട് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്നും ഇലക്ട്രിക് വയർ മോഷണം പോയി. മോഷ്ടിച്ചത് 1.5 ലക്ഷത്തോളം രൂപയുടെ ഇലക്ട്രിക് വയർ. സാമൂഹിക പരിഷ്കർത്താവ് മഹാത്മാ അയ്യങ്കാളിയുടെ 161ാമത് ജയന്തി ഇന്ന്. സംസ്ഥാനത്ത് വിവിധ പരിപാടികളോടെ ജയന്തി ആഘോഷം നടന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാള യഹൂദ സിനഗോഗിന്റെയും സെമിത്തേരിയുടെയും പരിസര പ്രദേശങ്ങളിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് പുരാവസ്തു വകുപ്പ്. മാള സ്വദേശി പ്രൊഫസർ സി കർമ്മചന്ദ്രന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് ഇക്കാര്യം പ്രതിപാദിച്ചിട്ടുള്ളത്. സംരക്ഷിത പ്രദേശത്ത് ഖനന പ്രവർത്തനങ്ങൾ നിരോധിച്ചതായി വന്ന വാർത്ത മുൻപ് വിവാദമായിരുന്നു. മാള പഞ്ചായത്തിന്റെ കൈവശമുള്ള കെട്ടിടത്തിൽ MLA ഫണ്ട് ഉപയോഗിച്ചുള്ള ശൗചാലയം നിർമ്മിക്കുന്നതിന് മാള ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനുമതി തേടി നൽകിയ കത്തിന് മറുപടിയായി പുരാവസ്തു വകുപ്പ് നിബന്ധനകൾ മുന്നോട്ട് വെച്ച കത്ത് കൈമാറിയിരുന്നു. ആ നിയമത്തിന്റെ നൂലാമാലകൾ കാരണം 4 വർഷം മുൻപ് MLA അനുവദിച്ചു നൽകിയ പണം ഉപയോഗിച്ച് ഇതുവരെ ശൗചാലയം നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. മാള ടൗണിലെ സിനഗോഗിൽ നിന്ന് 170 മീറ്റർ ദൂരത്തിലുള്ള പഞ്ചായത്ത് കൈവശം വെച്ചിട്ടുള്ള കെട്ടിടത്തിൽ നിർമ്മാണം നടത്തുന്നതിനും ഇതേ നിബന്ധന ബാധകമായതിനാൽ പഞ്ചായത്ത് വെട്ടിലായിരുന്നു. സംരക്ഷിത സ്മാരകത്തിന് ഹാനികരമല്ലെങ്കിലും നിർമ്മാണത്തിന് മുൻകൂർ അനുമതി തൃശൂരിലെ ശക്തൻ തമ്പുരാൻ കൊട്ടാരം ചുമതലയുള്ള ഓഫീസറെ അറിയിക്കണമെന്നും കുഴിക്കുമ്പോൾ എന്തെങ്കിലും പുരാവസ്തുക്കൾ ലഭിച്ചാൽ നിർമ്മാണം നിർത്തിവെച്ച് അറിയിക്കണമെന്നും പുരാവസ്തു വകുപ്പിന്റെ അറിയിപ്പിലുണ്ടായിരുന്നു. ഇതോടെ പ്രദേശവാസികൾ പഞ്ചായത്തിനും MLAക്കുമെതിരെ വിമർശനവും ഉയർത്തി. അതിനിടയിലാണ് മാള യഹൂദ സിനഗോഗിന്റെയും സെമിത്തേരിയുടെയും പരിസര പ്രദേശങ്ങളിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് കാട്ടി മാള സ്വദേശി പ്രൊഫസർ സി കർമ്മചന്ദ്രന് വിവരാവകാശ നിയമപ്രകാരം ഉന്നയിച്ച ചോദ്യത്തിന് പുരാവസ്തു വകുപ്പ് മറുപടി നൽകിയിരിക്കുന്നത്. ഫലത്തിൽ 2 രീതിയിൽ പുരാവസ്തു വകുപ്പ് നിലപാടെടുക്കുമ്പോൾ യഥാർത്ഥ ഉത്തരവ് ഏതെന്ന സംശയം ബാക്കി നിൽക്കുകയാണ്. 1972 കേരള പ്രാചീന സ്മാരക പുരാവസ്തു സങ്കേത ചട്ടങ്ങൾ സെക്ഷൻ 14-15 പ്രകാരം സംരക്ഷിത സ്മാരകമെന്ന് പ്രചരിപ്പിക്കുന്ന മാള സിനഗോഗും സെമിത്തേരിയും നിരോധിത പ്രദേശമായോ നിയന്ത്രിത പ്രദേശമായോ സർക്കാർ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് മറുപടിയിൽ പുരാവസ്തു വകുപ്പ് വ്യക്തമാക്കുന്നത്. സംരക്ഷിത പ്രദേശത്ത് ഖനന പ്രവർത്തനങ്ങൾ നിരോധിച്ചതായി വന്ന ഉത്തരവും മീഡിയ ടൈം നൽകിയ വാർത്തയും മുൻപ് വിവാദമായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ പുതിയ വിവരാവകാശ മറുപടി വന്നിരിക്കുന്നത്. മീഡിയ ടൈം, മാള. കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഇനി മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക്. 4 പതിറ്റാണ്ടിലേറെ കാലമായി കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ പ്രവർത്തിച്ചു വരുന്ന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് അടുത്തയാഴ്ച മുതൽ മിനി സിവിൽ സ്റ്റേഷന്റെ 2ാം നിലയിലേക്ക് പ്രവർത്തനം മാറ്റും. ചന്തപ്പുര ടൗൺ LP സ്കൂളിനോടനുബന്ധിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്. പലപ്പോഴും ചോർന്നൊലിച്ചും ചിതലരിച്ചും പ്രധാന രേഖകൾ നശിച്ചിട്ടുണ്ട്. ഓഫീസിന് സുരക്ഷിതമായ കെട്ടിടം നിർമ്മിക്കണമെന്ന് ആവശ്യം ഉയർന്നതിനെ തുടർന്ന് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിട്ടുണ്ടെങ്കിലും അനുയോജ്യമായ സ്ഥലം ലഭ്യമായില്ല. താലൂക്കിലെ നഗരസഭയും 4 പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന ഓഫീസിൽ 58 സ്കൂളുകളും 12 ജീവനക്കാരുമുണ്ട്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിലെ എറിയാട് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്നും ഇലക്ട്രിക് വയർ മോഷണം പോയി. മാടവന PSN കവല ഉള്ളിശ്ശേരി നിസാറിന്റെ വീട്ടിൽ നിന്നുമാണ് 6 ലക്ഷത്തോളം രൂപയുടെ ഇലക്ട്രിക് വയർ മോഷ്ടിച്ചത്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് ഇലക്ട്രീഷ്യൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. സ്വിച്ച് ബോർഡുകളിൽ നിന്നും മറ്റ് ഇലക്ട്രിക് വയറുകൾ വലിച്ചെടുത്ത് കൊണ്ടുപോയ നിലയിലാണ്. വീട്ടുടമ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ മാടവന പ്രദേശത്ത് 2 വീടുകളിൽ നിന്നും സമാനമായ രീതിയിൽ ഇലക്ട്രിക് വയർ മോഷണം പോയിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. അവശ ജനവിഭാഗങ്ങൾക്കും ആത്മാഭിമാനത്തിനു വേണ്ടി ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് മഹാത്മാ അയ്യങ്കാളിയുടെ 161ാമത് ജയന്തി ഇന്ന്. സംസ്ഥാനത്ത് വിവിധ പരിപാടികളോടെ ജയന്തി ആഘോഷം നടന്നു. MIDRM മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യൻകാളി ജയന്തി ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. CPI മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. AIDRM മണ്ഡലം പ്രസിഡന്റ് UV വാസുദേവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPI മാള ലോക്കൽ സെക്രട്ടറി MK ബാബു, PV അരുൺ എന്നിവർ സംസാരിച്ചു.
പട്ടികജാതി വർഗ ഏകോപന സമിതി യുബസാർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ സാമൂഹിക പരിഷ്കർത്താവ് മഹാത്മാ അയ്യൻകാളിയുടെ 161ാമത് ജയന്തി ആഘോഷിച്ചു. പട്ടികജാതി വർഗ ഏകോപന സമിതി ജനറൽ സെക്രട്ടറി NR സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. സമിതി തൃപ്രയാർ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് VN വിനോദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ AR സന്ധ്യ, VK ശശി, PK ഷീബ, കൃഷ്ണേന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ഇനി നാട്ടിൽ നടന്നത്. തൊഴിലാളികൾക്ക് സർക്കാർ അംഗീകരിച്ച തൊഴിൽ കാർഡ് ലഭ്യമാക്കുക, 60 വയസ്സ് പൂർത്തീകരിച്ച തൊഴിലാളികൾക്ക് പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ലാൻഡ് കമ്മീഷൻ ഏജന്റ് യൂണിയൻ സർക്കാരിന് നിവേദനം സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നു. മാള CUC മിനി ഓഡിറ്റോറിയത്തിൽ ഓഗസ്റ്റ് 31 ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിക്കും. MLA VR സുനിൽകുമാർ കാർഡുകൾ വിതരണം ചെയ്യും. സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. EM വിൻസെന്റ്, KM ബീരാൻ, MP കുട്ടൻ, VV അന്തോണി, റോയ് ഇടശ്ശേരി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. സുഹൃത്തിന്റെ ഓർമ്മയ്ക്കായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ച് കൂട്ടുകാരന്റെ പേരിൽ പൊയ്യ ഫ്രണ്ട്സ് ക്ലബ്ബാണ് പൊയ്യ 4 വഴിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. കൂട്ടുകാർ അപ്പുഡു എന്ന് വിളിക്കുന്ന അരുൺ അർബുദബാധയെ തുടർന്ന് 2023 മരിച്ചത്. അരുണിന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എനിക്ക് ഇത്രയും നാളത്തെ ഒരു പൊതുപ്രവർത്തനത്തിനിടയിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം ഒരു വ്യക്തിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇതുപോലെ ഒരു ബസ് സ്റ്റോപ്പ് പണിയുന്നത് ഇതുവരെ എൻ്റെ പൊതുപ്രവർത്തനത്തിനിടയിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ മഹാത്മാക്കളുടെയൊക്കെ ബസ് സ്റ്റോപ്പാണ് ഇതുവരെ നമ്മൾ ഉദ്ഘാടനം ചെയ്ത് പോയിട്ടുള്ളത്. അപ്പം ഈ പ്രദേശത്തെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു, നിങ്ങളുടെ ഇടയിലെല്ലാം അത്രമാത്രം സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയായിരുന്നു അരുൺ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഒരു സാധാരണ ഒരു തട്ടിക്കൂട്ട് ബസ് സ്റ്റോപ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ വന്ന് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. വാർഡ് മെമ്പർ രമാ ബാബു അധ്യക്ഷത വഹിച്ചു. ഫാദർ ലിൻഡോ പനങ്കുളം, പഞ്ചായത്ത് അംഗം രാജേഷ്, ഫ്രണ്ട്സ് ക്ലബ് അംഗങ്ങളായ രതീഷ്, AB സബീഷ് എന്നിവർ സംസാരിച്ചു. ശില്പിയും മഞ്ഞുമൽ ബോയ്സ് ജാൻ എമൻ തല്ലുമാല തെക്ക് വടക്ക് സിനിമയുടെ സഹസംവിധായകനുമായ അനിൽ സേവ്യർ അന്തരിച്ചു. 39 വയസ്സായിരുന്നു. ഫുട്ബോൾ കളിക്കിടയിലുണ്ടായ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അങ്കമാലി കിടങ്ങൂർ പുളിയേൽപ്പടി വീട്ടിൽ PS സേവ്യർ അൽഫോൺസ ദമ്പതികളുടെ മകനാണ്. അങ്കമാലി കേന്ദ്രീകരിച്ച് ഭാര്യയും ചിത്രകാരിയുമായ അനുപമ ഏലിയാസുമത്ത് കലാപരിശീലനം നടത്തി വരികയായിരുന്നു. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന നമ്മൾ വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി DYFI മാള ബ്ലോക്ക് കമ്മിറ്റി സമാഹരിച്ച തുക കൈമാറി. 8,59,997 രൂപ DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ഏറ്റുവാങ്ങി. DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആക്രി ശേഖരിച്ച വിൽപ്പന, വിവിധ ചലഞ്ചുകൾ എന്നിവയിലൂടെയാണ് പണം സമാഹരിച്ചത്. ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ നിന്നും 1.5 കോടിയിലധികം രൂപ സമാഹരിച്ചു നൽകുമെന്ന് DYFI ജില്ലാ സെക്രട്ടറി അറിയിച്ചു. ചടങ്ങിൽ DYFI സംസ്ഥാന കമ്മിറ്റി അംഗം സുകന്യ ബൈജു, ജില്ലാ വൈസ് പ്രസിഡന്റ് C സംഗീത്, C ധനുഷ് കുമാർ, IS അക്ഷയ്, TA രാഹുൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ഹേമ കമ്മിറ്റി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട മുകേഷ് MLAയും മുകേഷിനെ സംരക്ഷിക്കുന്ന നയം സ്വീകരിച്ച് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെയും രാജി ആവശ്യപ്പെട്ട് മാളയിൽ കോൺഗ്രസ് പന്തം കൊളുത്തി പ്രകടനം നടത്തി. തുടർന്ന് ഇരുവരുടെയും കോലം കത്തിച്ചു. പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തു. വയനാട് ദുരന്തബാധിതർക്ക് നിർമ്മിച്ചു നൽകുന്ന 30 വീടുകളിലേക്കുള്ള ധനസമാഹരണാർത്ഥം യൂത്ത് കോൺഗ്രസ് എറിയാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ ബിരിയാണി ചലഞ്ച് നടത്തി. KPCC വർക്കിംഗ് പ്രസിഡന്റ് മുൻ MP TN പ്രതാപൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. എറിയാട് മണ്ഡലം പ്രസിഡന്റ് PS ഷുഹൈബ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം, KSU സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് അഫ്സൽ, വൈസ് പ്രസിഡന്റ് ഇസ്ഹ ഹുസൈൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PB മൊയ്തു, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എന്നിവർ നേതൃത്വം നൽകി. കോവിഡ്, പ്രളയം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരെ ചേർത്ത് പിടിക്കാൻ മലയാളിക്ക് ഒറ്റ മനസ്സാണെന്ന് MLA ടി ടൈസൺ. ആൽഫ പാലിയേറ്റീവ് കെയർ കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്റർ സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടീം അംഗങ്ങളെ എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹസ്ഫൽ, അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PP ജോൺ,
നേത്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP രമേശൻ, വാർഡ് മെമ്പർ PH നാസർ, ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ എന്നിവർ ആദരിച്ചു. മതിലകം പുതിയകാവ് പാപ്പിനിവട്ടം AM UP സ്കൂളിൽ 91-92 വർഷത്തിൽ 7ാം ക്ലാസ്സിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ 7ലെ കൂട്ടം സൗഹൃദ കൂട്ടായ്മ 2ാം വാർഷിക സംഗമം നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ അധ്യാപിക C സരള സംഗമം ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രധാന അധ്യാപകൻ സാലി ലൂയിസ് അധ്യക്ഷനായി. കൂട്ടായ്മ പ്രസിഡന്റ് സഫ്ന നൌഷദ്, സെക്രട്ടറി TK ഷാനവാസ്, എക്സിക്യൂട്ടീവ് അംഗം VA മുഹമ്മദ് സലീം, സ്കൂൾ മാനേജർ MK സൈഫുദ്ദീൻ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ഹംസ വൈപ്പിൻപാടത്ത്, പ്രധാന അധ്യാപകൻ റാഫി, 7ലെ കൂട്ടം എക്സിക്യൂട്ടീവ് അംഗം റിയാസ് ഞാറക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വിവിധ ക്ഷേത്ര മേൽശാന്തിമാർക്ക് ആദരവൊരുക്കിക്കൊണ്ട് യജ്ഞചടങ്ങുകൾക്ക് സമാരംഭമായി. ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്ന നവചണ്ഡിക മഹായജ്ഞത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആദരണീയത്തിന്റെ ഭാഗമായിട്ടാണ് മേൽശാന്തിമാരെ ആദരിച്ചത്. ആദരണീയം സമ്മേളനം ഗുരുപദം ആചാര്യൻ ഡോക്ടർ വിജയൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര മേൽശാന്തി വിഷ്ണു നെടുമ്പ്രക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് KN വിശാലാക്ഷൻ, സെക്രട്ടറി ഗോപി കണ്ടരുമടത്തിൽ, സെക്രട്ടറി ശെൽവൻ പണിക്കശ്ശേരി, ജനറൽ കൺവീനർ ധർമ്മജൻ പെരിങ്ങാമ്പ്ര, മാതൃസമിതി പ്രസിഡന്റ് സിന്ധു സംഗീത്, സെക്രട്ടറി ബിന്ദു ജിതേഷ്, ശ്രീധരൻ പൊക്കാഞ്ചേരി, ഉണ്ണിക്കുട്ടൻ ചിറ്റേത്ത്, PD വിശ്വനാഥൻ, സൗമ്യ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാള യഹൂദ സിനഗോഗിന്റെയും സെമിത്തേരിയുടെയും പരിസര പ്രദേശങ്ങളിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് പുരാവസ്തു വകുപ്പ്. വകുപ്പിന്റെ മറുപടി മാള സ്വദേശി പ്രൊഫസർ C കർമ്മചന്ദ്രന് വിവരാവകാശ നിയമപ്രകാരം. കൊടുങ്ങല്ലൂരിലെ എറിയാട് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്നും ഇലക്ട്രിക് വയർ മോഷണം പോയി. മോഷ്ടിച്ചത് 1.5 ലക്ഷത്തോളം രൂപയുടെ ഇലക്ട്രിക് വയർ. സാമൂഹിക പരിഷ്കർത്താവ് മഹാത്മാ അയ്യങ്കാളിയുടെ 161ാമത് ജയന്തി ഇന്ന്. സംസ്ഥാനത്ത് വിവിധ പരിപാടികളോടെ ജയന്തി ആഘോഷം നടന്നു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.